സമന്വരമായ രഥോട്ടത്തിന്റെ ഓർമ്മകളിൽ ഒരു രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യ പുലരിയിലേക്ക് കടക്കുമ്പോൾ പ്രാവുകൾ പറന്നിരിക്കുന്നത് പോലെയുള്ള ഈ സദസ്സിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചതിന് ആദ്യമായി ഈ ഗ്രാമത്തോടും ഈ പൊതുസമൂഹത്തോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വേദിയെ സമ്പന്നമാക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് അഷ്റഫ, PTA വൈസ് MTA പ്രസിഡന്റ് മുബഷീറ, ബിന്ദു ടീച്ചർ, ഷീന ടീച്ചർ, ഷീബ ടീച്ചർ, നിഷ ടീച്ചർ, നമ്മുടെ രവി, അതുപോലെ നാസർ ഉൾപ്പെടെ ഈ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, നമുക്കറിയാം 80 എന്ന് കേൾക്കുമ്പോൾ 10 വയസ്സുള്ള ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ നമ്മൾ 2 രീതിയിൽ ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അത് കേൾക്കാൻ പറ്റിയ ഒരു പ്രാവ് കുഞ്ഞുങ്ങൾ മുന്നിലും, പ്രാവ് കുഞ്ഞുങ്ങൾക്ക് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുട്ടികൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയി എന്ന് പിന്നിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഒരുപക്ഷെ ചിന്തിക്കാം. അതുകൊണ്ട് ഒരു ചെറിയ സ്വാതന്ത്ര്യ പ്രസംഗം നടത്തണമെങ്കിലും അതിൻ്റെതായ ഒരു പ്രയാസത്തിന്റെ ദുർബലത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. എങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ ദിവ്യ മന്ത്രം നമ്മൾ രുചിക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ ജനിക്കുന്നതിന് ഏതാണ്ട് 8 പതിറ്റാണ്ട് മുൻപ് ലോർഡ് മൗണ്ട് ബാറ്റൻ 1947 ഓഗസ്റ്റ് 14 രാത്രിയിൽ സ്വാതന്ത്ര്യത്തിന്റെ കരാർ ഒപ്പിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ കൊടുത്ത ശേഷം അദ്ദേഹം തന്റെ ഭാര്യയായ ലേഡി മൗണ്ട് ബാറ്റനോട് ചിലപ്പോൾ മന്ത്രിച്ചിട്ടുണ്ടാകും, ഈ ജനതയുടെ മുൻപിൽ നമ്മൾ തോറ്റുപോയി. കേവലം ബ്രിട്ടീഷുകാരത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ തോൽവിയല്ല. കാരണം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടൻ പറയുകയാണ്, തോക്കിന്റെയും ലാത്തിയുടെയും വെടിയുടെയും ഇടിയുടെയും ഒക്കെ മുൻപിൽ ഈ ജനത ഒരു വലിയ സമരമുറയിലൂടെ നമ്മെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞായിരിക്കാം ലേഡി മൗണ്ട് ബാറ്റനോട് പറഞ്ഞ് 1947 ഓഗസ്റ്റ് 14 മൗണ്ട് ബാറ്റൻ ഉറങ്ങാൻ പോയത്. അദ്ദേഹം ഒരു മനുഷ്യൻ ആയിരുന്നെങ്കിൽ അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം റെഡ് ഫോർട്ടില് ഒരു വെളുത്ത കൂർത്തയിട്ട് തൊപ്പിയിട്ട്, എന്നെ പോലെ ഒരു തൊപ്പിയിട്ട്, വെളുത്ത തൊപ്പിയിട്ട ഒരു മനുഷ്യൻ, അതാരാണെന്ന് പറയേണ്ടതില്ല, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഒരു ദേശീയ പതാക, ഒരു ത്രിവർണ പതാക ആകാശത്തിന്റെ മട്ടുപ്പാവിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത പ്രസംഗത്തിന്റെ ആദ്യ വരികൾ ഇങ്ങനെയാണ്: ലോകം ഉറങ്ങുകയാണ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ്. മൗണ്ട് ബാറ്റൻ മാത്രം അസ്വസ്ഥമാകുകയും ഇന്ത്യയിലെ 100ഓളം കോടി ജനങ്ങൾ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ മതിമറന്ന് തിരുവോരങ്ങളിലേക്ക് ഇറങ്ങുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് 80 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം സാക്ഷി വഹിച്ചു എന്ന് പറയുമ്പോൾ ആ ഉൾത്തുടുപ്പുകൾ ഇന്നും ഈ കൊടിമരത്തിന് ചുറ്റും നിൽക്കുന്ന നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ബ്രിട്ടീഷുകാരൻ ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കി വൈദേശിക ആധിപത്യത്തിൽ ഈ രാജ്യം തകർന്നടിയുമ്പോൾ മൗണ്ട് ബാറ്റൻ പറഞ്ഞത് 2 കാര്യമാണ്: നെഹ്റു ദ സ്പെഷ്യൽ ടൈപ്പ് ഹീറോ, ഗാന്ധിജി ദ നെയിം ഇനഫ്. ആ വലിയ ഹീറോയുടെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ചുകൊണ്ട് ലോകത്ത് എവിടെ നിന്നും ഒരു അഡ്രസ്സും എഴുതാതെ ഗാന്ധി എന്ന്, ഇന്ത്യ എന്ന് മാത്രം ഒരു പോസ്റ്റ് കാർഡ് അടിച്ചാൽ ഇന്ത്യയിൽ ഗാന്ധിജിക്ക് ലഭിക്കുന്ന മഹാനായ ഒരു മനുഷ്യന്റെ കയ്യിൽ ഈ വലിയ രാജ്യം ഏൽപ്പിച്ച് ഞങ്ങൾ നാളെ കപ്പൽ കയറും എന്ന് പറയുമ്പോൾ ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയെ തരിപ്പണമാക്കിയ അഹിംസ എന്ന് പറയുന്ന വലിയ സമരമുറ ലോകത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി സ്വർണ്ണവർണ്ണങ്ങളിൽ തിളങ്ങുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഈ പേര് 8 പതിറ്റാണ്ടുകൾക്ക് ശേഷവും തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, വൈവിധ്യങ്ങളുടെ കലവറയാണ്. ആ വൈവിധ്യങ്ങളുടെ കലവറ നമുക്കുള്ളത് കൊണ്ടാണ് ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നത്. വിവിധ ജാതികൾ, മതങ്ങൾ,
വർഗങ്ങൾ, അതുപോലെ തന്നെ വിവിധ ഭാഷകൾ, ഭക്ഷണ രീതികൾ എല്ലാം ലോകത്ത് തന്നെ എവിടെ നോക്കിയാലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാജ്യത്തിന്റെ മടിത്തട്ടിൽ പൗരന്മാരായി ജനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാനൊരു സുദീർഘമായ പ്രസംഗം നടത്തേണ്ടതില്ല. ഈ രാജ്യത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുവാൻ എന്റെ പിഞ്ചു മക്കളുടെ മുമ്പിൽ ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിട വാങ്ങിക്കൊള്ളാം. മറ്റൊന്നുമല്ല, അക്കാലത്ത് ബ്രിട്ടനിലെ ഒരു രാജകുമാരൻ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഹെൻറി നൈറ്റ് എന്നായിരുന്നു. അദ്ദേഹം കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായ ഇസബെല്ല പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ ഹണിമൂണിന് പോകണം. ഇന്ത്യയിൽ ഹണിമൂണിന് പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കുറെ സ്ഥലങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇസബെല്ല തെരഞ്ഞെടുത്തത് മൂന്നാറാണ്. മൂന്നാറിൽ എനിക്ക് ഹണിമൂണിന് പോകണം എന്ന് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട